മാംഗല്യം. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. എടി എടി പെണ്ണേ എടി പെണ്ണെ, മര്യാദയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ടോ? ഇതിപ്പോ തന്നെ എത്ര തവണയായി ഞാൻ വന്ന് വിളിക്കുന്നു. എടി, മൂവന്തിക്ക് കിടന്നുറങ്ങിയാൽ കുടുംബം മുടിയുമെന്നാണ്. അല്ലെങ്കിൽ തന്നെ നീയൊക്കെ ഉള്ളിടത്ത് എഴുമ്പേറ്റം ഉണ്ടാകില്ല. മണിക്കുട്ടി, എടി മണിക്കുട്ടി, നിന്നോടാ എഴുന്നേൽക്കാൻ പറയുന്നത്. ഇത്തവണ അവളുടെ നടുവിലിട്ട് 2 തല്ലും കൂടി കൊടുത്തു ശാരദ. വിളിയുടെ കൂടുതലും അടിയുടെ വേദനയും ഒക്കെ കൊണ്ട് അവൾ കണ്ണു തുറന്നു. എത്ര നേരം കൊണ്ട് വിളിക്കുവാടി മൂശാട്ടെ? നീ എന്താ ചെവിയിൽ പഞ്ഞിയും ഇട്ടാണോ കിടക്കാൻ പോയത്? ഇത്രയും നേരം കൊണ്ട് വിളിച്ചിട്ട് പെണ്ണ് എഴുന്നേൽക്കാത്തതിന്റെ സകല മുഷിച്ചിലും അവരുടെ വാക്കുകളിൽ തിങ്ങി നിറഞ്ഞു. എന്താ അമ്മേ, എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? ആ, ഇതാ ഇപ്പൊ നന്നായത്. എടി, മണി 6:30 വിളക്ക് കത്തിക്കുന്ന നേരം. ആ സമയത്ത് ഇങ്ങനെ മൂദേവിയായി കയറി കിടന്നാൽ വീട് മുടിഞ്ഞു പോകും. വീടിന് വേണ്ടി അന്വേഷിക്കാൻ പോയ ആണുങ്ങൾക്ക് ഗതി പിടിക്കില്ല. അതെങ്ങനെയാ? എന്റെ ചെറുക്കൻ 10 പൈസ ഉണ്ടാക്കുന്നത് അവൾക്ക് കണ്ണിൽ പിടിക്കുമോ? അതുകൊണ്ട് അമ്മ മഹാറാണി എഴുന്നേറ്റ് മേല് കഴുകിയിട്ട് വിളക്ക് വെക്കാൻ നോക്ക്. നാശം പിടിക്കാൻ ഉണ്ടായത് വിളക്ക് വെക്കുന്ന നേരത്ത് കയറി കിടന്നേക്കുന്നു. പിന്നെയും മണിക്കുട്ടിയെ കുറെ ചീത്ത പറഞ്ഞിട്ടാണ് ശാരദ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കണ്ണ് നിറഞ്ഞൊഴുകുമ്പോഴും ഹൃദയം പലതുണ്ടായി വെട്ടിമാറ്റപ്പെടുമ്പോഴും ഒന്നും മണിക്കുട്ടി തിരിച്ചൊരക്ഷരം മിണ്ടിയില്ല. ഉറക്കം പോയിട്ട് ദിവസങ്ങളായി. ഇന്നെങ്കിലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഡോക്ടർ തന്ന ഗുളികയെടുത്ത് കഴിച്ചിട്ടാ കിടന്നത്. അത് കഴിയുമ്പോൾ തന്നെ അറിയാമായിരുന്നു കിടന്നാൽ എഴുന്നേക്കാൻ പാടാണെന്ന്. എന്നിട്ടും കഴിച്ചു. ഉള്ളിൽ ഉരുവായ സങ്കടത്തെ ഒഴുക്കിക്കളയാൻ വിട്ടുകൊണ്ട് അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ആഹാരം കഴിക്കാത്തതുകൊണ്ട് കാലൊന്ന് വേച്ചെങ്കിലും വീഴാതെ അവൾ ചുവരിൽ പിടിച്ചു നിന്നു. അല്ലെങ്കിലും താങ്ങുണ്ടാകുമ്പോഴല്ലേ തളരാൻ പറ്റൂ. പണ്ടൊന്നും ഇങ്ങനെ ത്രിസന്ധിക്ക് കിടന്നുറങ്ങിയതായി ഓർമ്മയില്ല. അമ്മ സമ്മതിക്കുന്നില്ല എന്നതിനപ്പുറം അങ്ങനെ കിടന്നുറങ്ങാറില്ല. പിന്നെ ഇടയ്ക്കെപ്പോഴെങ്കിലും അത്രയും ക്ഷീണം കാരണമൊന്ന് ചിലപ്പോൾ മയങ്ങിയേക്കും. അങ്ങനെയെങ്ങാനും ഒന്ന് കണ്ണടച്ചാൽ വിളക്ക് കത്തിക്കുന്ന നേരമായെന്നോർത്ത് വേഗം പോയി കുളിച്ച് വേഷം മാറി വന്നേ ഇന്ന് വരെ കത്തിച്ചിട്ടുള്ളൂ. ആ താനാണ് ഇന്ന് വെറുതെ കൈയും കാലും മുഖവും കഴുകി വന്ന് വിളക്ക് കത്തിക്കുന്നത്. എടി പെണ്ണ്, നീ കുളിച്ചിട്ട് അത് തന്നെ ഇട്ടോണ്ടിങ്ങി വന്നോ? നോക്കിയേ, ആ ഡ്രസ്സ് മുഴുവനും നനഞ്ഞിരിക്കുന്നു. ഓല വാലെ നനഞ്ഞതിട്ടോണ്ട് വന്ന് വിളക്ക് കത്തിക്കാൻ നിന്റെ തള്ള ചത്തുപോയോ? ദൈവങ്ങളെ, കുടുംബം മുടിക്കാനുണ്ടായ ഓരോന്ന്. അവർ തലയ്ക്ക് കൈവച്ച് പ്രാഗി. എടി നശിച്ചതേ, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതെ നനഞ്ഞത് മാറിയിട്ട് വാ. ഒന്നാമത് അവൾക്ക് പനി, എന്നിട്ട് അതിന്റെ കൂടെ നനഞ്ഞതും ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പോഴല്ലേ പനി കൂട്ടിയിട്ട് നാളെ മുതൽ പണിയൊന്നും എടുക്കാതെ കട്ടിലിൽ കയറി ചുരുണ്ടുകൂടി കിടക്കാൻ പറ്റുള്ളൂ. ദേ പെണ്ണെ, ഞാൻ വീണ്ടും പറയുകയാണ്, എന്തെങ്കിലും വയ്യാഴിക വന്ന് നീ കയറി കിടന്ന സത്യമായി നിന്റെ കോഴിയും താറാവും ആടിനെയും പശുവിനെയും ഒന്നും ഞാൻ നോക്കില്ല. 3 തരം. ആരും ഒന്നും ചെയ്യണ്ട, എല്ലാം ചെയ്യേണ്ടവര് ചെയ്തോളും. ഈ നാക്കില്ലായിരുന്നെങ്കിൽ പണ്ടേ വല്ല പട്ടിയും പിടിച്ചോണ്ട് പോയേനെ. തന്നോട് തറുതല പറഞ്ഞു പോകുന്നവള് കേൾക്കാൻ വേണ്ടി അവർ ഉച്ചത്തിൽ പറഞ്ഞു. പിന്നെ നാളെ നിന്റെ പൈക്കൾക്ക് കാടി കൊടുക്കാനൊന്നുമില്ല കേട്ടോ. അത് കേട്ടതും അടുക്കള വരെ പോയവൾ തിരിഞ്ഞു നിന്നു. എന്നിട്ട് ഇപ്പോഴാണോ അമ്മ പറയുന്നത്? ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയി വാങ്ങിക്കാനാണ് സാധനം? അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. കേറി വന്ന വാക്കിന് അന്തിപ്പാതിരാത്രി വരെ മൂടിപ്പിതച്ച് കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ. എന്നിട്ടിപ്പോൾ അവൾ എന്നോട് കണക്കന്വേഷിക്കാൻ വന്നിരിക്കുന്നു. പുച്ഛത്തോടെ അവർ മുഖം കോട്ടി. ആ പിന്നെ, സുധാകരണ്ണ നിന്നോട് പറയാൻ പറഞ്ഞു, ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല പിണ്ണാക്കാണ്, തീരുന്നതിന് മുന്നേ ചെല്ലാൻ. 1-2 കപ്പലണ്ടി വായിലേക്ക് ഇട്ടുകൊണ്ടവളെ നോക്കി തള്ള. അമ്മ സുധാകരൻ മാമനെ എങ്ങനെ കണ്ടു? അവളുടെ കണ്ണൊന്ന് ചുരുങ്ങി. അത് പിന്നെ വൈകിട്ട് തേയിലവെള്ളത്തിന് കുറിക്കാനൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ പോയി 25 രൂപയ്ക്ക് കപ്പലണ്ടി വാങ്ങിയപ്പോൾ അയാൾ പറഞ്ഞതാണ്. അമ്മയപ്പോ വൈകുന്നേരം മാമന്റെ അടുത്ത് പോയായിരുന്നോ? പോകാതെ എനിക്ക് വേണ്ട കപ്പലണ്ടി അയാൾ ഇവിടെ കൊണ്ടുവന്ന് തരുമോ? വല്ലാത്തൊരു ഈർഷ്യയോട് അവരവളോട് ചിറഞ്ഞു. അത്രയും വരെ പോയിട്ട് പോലും ആ പൈക്കൾക്ക് 1 കിലോ പിണ്ണാക്കി വാങ്ങി വരാഞ്ഞത് എന്താ അമ്മേ? അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലോ അത് കൊണ്ടുവന്നില്ലെങ്കിൽ അതുങ്ങൾ നാളെ പട്ടിണിയാകുമെന്ന്. എന്നിട്ടും മണിക്കുട്ടിക്ക് സങ്കടമെല്ലാം കൂടി തിക്കുമുട്ടി. പിന്നെയും കരച്ചിൽ വന്നു. ഒന്ന് പോയേ പെണ്ണേ, അല്ലെങ്കിൽ തന്നെ മുട്ടുവേദനയും കാലുവേദനയും കൊണ്ട് എനിക്ക് വയ്യ. എന്നിട്ടും അവിടെ വരെ പോയത് നീ കഴിക്കാനൊന്നും വാങ്ങി വെക്കാത്തത് കൊണ്ടാ. അപ്പോഴാ ഇനി ഭാരം തൂക്കി വരുന്നത്. എന്നെ കൊണ്ടൊന്നും വയ്യായിരുന്നു നിന്റെ പൈക്കൾക്ക് വേണ്ടി അത്രയും ദൂരെ നിന്നും ഓരോന്ന് വാങ്ങി പിടിച്ചോണ്ട് വരാൻ. 1 കിലോ പിണ്ണാക്കെടുത്തുകൊണ്ട് വരുന്നതിന്റെ കണക്കാണോ അമ്മ എന്നോട് പറയുന്നത്? ഒന്നുമല്ലെങ്കിലും നമ്മുടെ വയറ് കഴിയുന്നത് അവളെ കൊണ്ടല്ലേ അമ്മേ? അതിന് അതിന് ഞാനിപ്പോൾ എന്തോ വേണമെന്നാ? അല്ലെങ്കിൽ തന്നെ നീയല്ലേ 24 മണിക്കൂറും പറയാറുള്ളത് അത് നിന്റെ പൈക്കിളാണെന്ന്.
അല്ലേ? അവരൊരു ചോദ്യത്തോടെ അവളെ നോക്കി. അപ്പൊ പിന്നെ അവനവന്റെ പൈക്കിളെ നോക്കേണ്ടത് അവനവന്റെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ ഞങ്ങളുടെ അല്ല. പിന്നെ അവള് വന്നേക്കുന്നു എന്നെ ചോദ്യം ചെയ്യാൻ. ദേഷ്യത്തോടെ അവളോട് അത്രയും കയർത്തുകൊണ്ട് അവരിറങ്ങി സീരിയൽ കാണാൻ പോയി. ആ നേരം സർവം തകർന്നവളെ പോലെ ഒരുവൾ കട്ടിളപ്പടിയിൽ ചാരിയിരിക്കുകയായിരുന്നു. അരീ, ഉം, അരീ, ഉം, കേക്കരീ. നെഞ്ചിൽ കയറി കിടന്നവൾ തനിക്ക് നേരെ അവന്റെ മുഖം തിരിച്ചു. എന്താ പൂവേ, എന്താ നിനക്ക് വേണ്ടേ? അല്ലെങ്കിലേ ആകെ മൊത്തം ദേഷ്യമായിരുന്നവന്. ആ നേരം കുഞ്ഞിന്റെ കുറുമ്പും ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്ന മൂടായിരുന്നില്ല. അരികെ ദേഷ്യാ. അവന്റെ മുഖം കണ്ടതും കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പാനെന്നോണം കൂർത്തു. അത് കണ്ടതും അവനും വല്ലാതെയായി. ഏയ്, അരിക്ക് ദേഷ്യമില്ലല്ലോ. അപ്പയുടെ കുഞ്ഞു പറഞ്ഞോ, അപ്പ കേക്കുക. അതേ, അമ്മ എപ്പോഴാ അരി പൂനെ കാണാൻ വരുന്നേ? എന്താ മോനെ, കണ്ണൊക്കെ എന്താ വല്ലാതിരിക്കുന്നത്? നീ ഇന്നലെ ഉറങ്ങിയില്ലേ ഹരി? കണ്ണൊക്കെ ചിവന്ന് മുഖമാകെ നീര് വന്ന പോലെ വീർത്തിരിക്കുന്ന മകനെ ആശങ്കയോടെ നോക്കിക്കൊണ്ടാണ് കൈമള് മാഷ് കയ്യിലിരുന്ന ചായ അവനായി നീട്ടിയത്. ഉറക്കം? എന്റെ ഉറക്കമൊക്കെ പോയിട്ട് കാലങ്ങളായില്ലേ അച്ഛാ. അവന്റെ ചുണ്ടിലെ വരണ്ട ചിരി അയാളുടെ ഹൃദയത്തെയാണ് വേദനിപ്പിച്ചത്. മോനെ, സത്യമാണച്ചാ, ക്ഷീണം അധികമാകുമ്പോൾ കണ്ണടച്ചു പോകുന്നു എന്നല്ലാതെ എല്ലാം മറന്നൊന്നുറങ്ങിയിട്ട് കാലങ്ങൾ കഴിഞ്ഞു. ഇടയ്ക്ക് അതിനൊക്കെ വേണ്ടി ഒരു ശ്രമം നടത്തിയപ്പോൾ അച്ഛനും ചേച്ചിയും കൂടി നിർത്തിയും തന്നു. അവൻ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഉറക്കം ഒട്ടുമില്ലെന്നും പറഞ്ഞ് ഏതോ ഡോക്ടറെ കണ്ട് ഉറക്കഗുളിക കഴിച്ച് ഉറങ്ങുന്ന ശീലമായിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഹരിക്ക്. അതെപ്പോഴോ നിമ്മു വന്നു നിന്ന സമയത്ത് കണ്ടുപിടിച്ചിട്ട് ഗുളികയെല്ലാം കൂടി വലിച്ചെറിയുകയും ചെയ്തു. അനിയനോട് ഒരുപാട് ദേഷ്യപ്പെടുകയും കരയുകയും കൂടി ചെയ്തതും അവസാനം ചേച്ചിയുടെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ അവൻ ഇനി മേലാൽ സ്ലീപ്പിംഗ് പിൽസ് എടുക്കില്ലെന്ന് അവൾക്ക് വാക്കുകൊടുത്തു. അതിനുശേഷം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉറക്കം ചെട്ടി കണ്ണു തുറക്കുമ്പോൾ കാണാം പുറത്തെ ലൈറ്റ് വെട്ടം. പലപ്പോഴും ഇറങ്ങിച്ചെന്ന് നോക്കാറില്ല. ചിലപ്പോൾ കാണുന്ന കാഴ്ച ആ ഒരു ദിവസത്തെ ഉറക്കം അകറ്റി സങ്കടം തരുന്നതായിരിക്കും. വീടിന്റെ മുന്നിലെ വാതിലും തുറന്നിട്ട് വെറുതെ ആകാശം നോക്കി നടക്കുന്ന മകൻ. അയാൾക്ക് സങ്കടം വന്നിട്ട് ഹൃദയം പിടയുന്നുണ്ടായിരുന്നു. അച്ഛൻ ഇത്രയും വിഷമിക്കാൻ വേണ്ടി ഇവിടെ ഒന്നുമില്ല. എന്നെപ്പോലെ ഉറങ്ങാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഇതൊക്കെ വളരെ കോമൺ ആണെന്ന് കരുതി അച്ഛൻ വേഗം ദോശ ചുടാൻ പോയേ. അദ്ദേഹത്തിന്റെ മുഖം മാറുന്നുവെന്ന് കണ്ടതും വിഷയം മാറ്റാനായി ഹരി പെട്ടെന്ന് കയറി പറഞ്ഞു. അതറിഞ്ഞുകൊണ്ട് തന്നെ അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അദ്ദേഹം. അതെ അച്ഛാ. എന്താ ഹരി, എന്താടാ? മോന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എന്റെ മോളെ നന്നായി തന്നെയല്ല അച്ഛാ നോക്കുന്നേ. പാതി വഴിയിൽ നിന്നുകൊണ്ട് തന്നെ നോക്കുന്ന അച്ഛന്റെ നേരെ തിരിഞ്ഞ് ഹരി ചോദിച്ചു. അതിലിപ്പോ നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ? സംശയമൊന്നുമില്ല, എന്നാലും ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അച്ഛന്റെ മുഖത്ത് നോക്കാതെ കുനിഞ്ഞിരുന്നു കൊണ്ടുള്ള അവന്റെ മറുപടി കേട്ടതും മാഷ് അകത്തേക്ക് കയറി കയ്യിലെടുത്ത ചട്ടുകം തിരികെ അതുപോലെ വെച്ച് മകന്റെ അരികിൽ വന്നിരുന്നു. ഹരി, നീ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ കാര്യം പറഞ്ഞാൽ അതൊന്നും ഊഹിച്ച് മനസ്സിലാക്കാനുള്ള പ്രായമല്ല അച്ഛന്റെ. അതുകൊണ്ട് നിന്റെ മനസ്സിലെന്താണെന്ന് വെച്ചാൽ നിനക്ക് എന്നോട് പറയാമല്ലോ ഹരി. അവന്റെ തോളിൽ മെല്ലെ തട്ടി അച്ഛൻ അടുത്തിരുന്നതും ഒരു ബലം വന്ന പോലെ അവൻ അച്ഛന്റെ തോളിലേക്ക് ചാഞ്ഞു. മോൾ ഇന്നലെ എന്നോട് ചോദിച്ചച്ചാ, അവളുടെ അമ്മ എപ്പോഴാ വരുന്നതെന്ന്. ചോദ്യത്തിൽ ഒന്ന് ഞെട്ടിയെങ്കിലും അതിന്റെ ഒരു ഭാവങ്ങളും മുഖത്ത് വരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് മാഷ് അവനോട് പുഞ്ചിരിയോടെയാണ് സംസാരിച്ചത്. ഓ, അത്രയുള്ളൂ? ഞാൻ നിന്റെ ഭാവമൊക്കെ കണ്ടപ്പോൾ പേടിച്ചു പോയല്ലോ ഹരി. ആശ്വാസത്തോടെ മുഖത്ത് നോക്കി പറയുന്ന അച്ഛനെ അമ്പരപ്പോടെയാണ് ഹരി നോക്കിയത്. അച്ഛൻ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ചോദിക്കാതിരിക്കാനായില്ല ഹരിക്ക്. പൂവ് അവളുടെ അമ്മയെ ചോദിച്ചെന്നല്ലേ നീ പറഞ്ഞത്? കണ്ണ് ഒരല്പം ചുരുക്കി താൻ പറഞ്ഞത് തന്നെയല്ലേ അവൻ പറഞ്ഞതെന്ന് ഉറപ്പിക്കും പോലെ അയാൾ ചോദിച്ചു. ഉം, അവൻ തലയാട്ടി. ഞാനും അതിന് തന്നെയാണ് ഹരി മറുപടി പറഞ്ഞത്. അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു. അല്ല അച്ഛാ, ഒരുപാട് നാളിന് ശേഷം മോൾ ഇന്നലെ അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു അമ്മയെ ഓർത്തു കാണും. അല്ലാതെ എന്താടാ? വളരെ സാധാരണ പോലെയാണ് മാഷ് അവന് മറുപടി കൊടുത്തത്. അങ്ങനെയല്ല അച്ഛാ, ഞാൻ ഇത്രയും അധികം അവളെ സ്നേഹിച്ചിട്ടും പൊതിഞ്ഞു പിടിച്ചിട്ടും അവൾ പറയുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടും പിന്നെയും കുഞ്ഞ് അമ്മയെ ഓർക്കണമെന്നുണ്ടെങ്കിൽ. അവൻ പാതിയിൽ നിർത്തി. എന്റെ പൊന്ന് ഹരി, നീ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട.
അവള് കൊച്ചു കുഞ്ഞാണ്. കിലുക്കാൻ പെട്ടി പോലെ കാര്യം പറയുന്നുണ്ടെങ്കിലും നമ്മളെയൊക്കെ വരച്ച വരയിൽ നിർത്തുന്നുണ്ടെങ്കിലും അവൾക്ക് ഇപ്പോഴും വയസ്സ് 3 മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കുഞ്ഞ് തീർച്ചയായും അമ്മയെ തിരക്കും. മറ്റു കുട്ടികളൊക്കെ ആയിരുന്നെങ്കിൽ ഒരു നിമിഷം പോലും അമ്മയില്ലാതെ നിൽക്കുമോ? ഇവിടെ ഇപ്പോൾ നിന്റെ മോള് ഊണിലും ഉറക്കത്തിലുമെല്ലാം നിന്റെ കൂടെ അല്ലേടാ. ആ നേരത്ത് എപ്പോഴെങ്കിലും അവൾ അമ്മയെപ്പറ്റി തിരക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താ കാരണം? അയാൾ ആ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൻ അറിയില്ലെന്ന രീതിയിൽ വെറുതെ തലയാട്ടി. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. നീ. നീ മാത്രം. കാരണം കുഞ്ഞിന് അവളുടെ അമ്മയെ ഓർക്കാൻ പോലും ഇടം കൊടുക്കാതെ അവളുടെ അച്ഛൻ അവളെ അത്രയ്ക്കും സ്നേഹിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞ് മറ്റു ആരെ പറ്റിയും ഓർക്കാതെയും ചോദിക്കാത്തതും. അപ്പൊ നീ പറ, നിന്റെ കുഞ്ഞിനെ നീ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ? ഉം. അച്ഛന്റെ മുഖത്ത് നോക്കി മൂളുമ്പോൾ അതുവരെ മൂടിക്കെട്ടിയിരുന്ന മുഖം കുറച്ചെങ്കിലും തെളിഞ്ഞിരുന്നു. എങ്കിൽ നീ ആ ചായ എടുത്തു കുടിക്ക്. ഞാൻ പോയി ദോശ വിട്ടെ. ചിലപ്പോൾ എഴുന്നേറ്റ് വരുന്ന വഴി തന്നെ വിശക്കുന്നൂന്ന് പറഞ്ഞ് കാറിക്കൂവിയാവും കൊച്ചുതമ്പുരാട്ടി വരുന്നത്. ആ നേരത്ത് മുന്നിൽ ദോശ കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ, പെണ്ണ് ഈ വീട് മറിച്ചു വെക്കും. സ്വതസിദ്ധമായ ചിരിയോടെ അയാൾ തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് ഹരി പിടിച്ചു നിർത്തിയത്. ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഹരി? അത് പിന്നെ തന്നോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തോ കാര്യമാണ് അവന്റെ മനസ്സിലൂടെ ഓടിപ്പോയതെന്ന് ആ മുഖം കണ്ടപ്പോൾ തന്നെ മാഷിന് മനസ്സിലായി. പക്ഷേ പിടിച്ചു നിർത്തി ചോദിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. പറയുമ്പോൾ പറയട്ടെ എന്ന രീതിയിൽ അവനെ നോക്കി കുറച്ചു നേരം നിന്നെങ്കിലും. ഒന്നുമില്ല, അച്ഛൻ പോയി ദോശ ചുട്ടോ. മുഖം കൊടുക്കാതെ പറയുമ്പോൾ അവന്റെ മനസ്സിലാകെ അലമാരയുടെ സൈഡിൽ കണ്ട ഒരു പൊതിക്കെട്ടായിരുന്നു നിറഞ്ഞു നിന്നത്. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നന്ദി.